ഇത് കണ്ടില്ലേ, മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു സ്പെഷ്യൽ കറിയാണ്. എന്താണെന്ന് വെച്ചാൽ മഷ്റൂം കറിയാണ്. നമ്മുടെ കൂണുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്ത നല്ലൊരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾക്ക് മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. ആദ്യമായിട്ട് മഷ്റൂം വേണം. ഇതിവിടെ തോല് ചെത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 പച്ചമുളക്, വലിയ ഉള്ളി 2 എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികൾ വേണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകം പൊടി, പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, കുറച്ച് വെള്ളുള്ളി. ഉപ്പൊക്കെ നമ്മൾക്ക് ആവശ്യത്തിന് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം മുറിച്ചെടുക്കണം. തക്കാളി, ഉള്ളിയെല്ലാം. പിന്നെ അതേപോലെ ഈ മഷ്റൂമും നമുക്ക് മുറിച്ചെടുക്കണം. പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളിയെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ തോല് ചെത്തി വെച്ചതാണ്. എന്നാലും ഇത് കാണിച്ചുതരാം. ഇതേപോലെ ഇങ്ങനെ തോല് ചെത്തിയെടുത്താൽ അങ്ങനെ തോല് കിട്ടും. അപ്പോൾ എല്ലാം അതേപോലെ തോലെടുത്ത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പാലെടുക്കാം. അപ്പോൾ നമ്മൾക്ക് മഷ്റൂം മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 സ്പൂൺ റിഫൈൻഡ് ഓയിലാണ്. ഞാനിതാ ഇവിടെ കടുക് വറുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കടുകല്ല, കുറച്ച് പെരുംജീരക, 2-3 ഏലക്ക, പിന്നെ 2 കഷ്ണം പട്ട, പിന്നെ 3-4 ഗ്രാമ്പു. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇങ്ങനെ കടുക് വറുക്കുന്നത്. ഞാനതാ ഇവിടെ ചൂടായിട്ട് നമ്മൾക്ക് ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളിയത് ചുവന്ന് കളറാവുന്നത് വരെ നമ്മൾക്ക് വഴറ്റണം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഉള്ളിയെല്ലാം ഇവിടെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആണ്, കുറച്ചുകൂടെ ഒരു കളറ് വരണം. ഇനി നമ്മൾക്കിത് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് അരിഞ്ഞതല്ല, ചതച്ചതാണ്. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി എല്ലാം നല്ലോണം അഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി. നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ എണ്ണയിൽ നിന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തക്കാളി, ഉള്ളി, മസാല എല്ലാം ഇവിടെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കൂണ് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഈ കൂണിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. കൂണ് പിന്നെ ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്ന. നമുക്കൊന്നിനി മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അവസാനം ഇങ്ങനെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട്
ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂം കറി, മസാലക്കറി ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാണ്. കുറച്ച് ചേർത്താൽ മതി. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു. കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ കറിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആകട്ടോ. ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല. ഇനി നമ്മൾക്ക് ഈ കറി സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമ്മളുടെ കറി ഇവിടെ സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കണ്ടിലെ മഷ്റൂം കറി ഇവിടെ നന്നാക്കി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളൊന്ന് ഓപ്ഷനോട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ വരും. അതും കൂടെ ഹൈപ്പ് ചെയ്ത് പോയിൻറ്റ്സ് തരണം. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.